പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വിവാദങ്ങളുടെ വിളനിലമായ വടക്കൻ കേരളത്തിൽ നിന്നും മറ്റൊരു വിവാദ പുരുഷൻ കൂടി. ഇത്തവണ കഥാപാത്രത്തിന്റെ പേര് സജിത് കണ്ണൂർ എന്നാണ്. വിവാദവും വിവാദ പുരുഷനും ഇന്റർനെറ്റിൽ ചൂടുപിടിച്ച വാർത്തയാകുമ്പോൾ അതിന്റെ പിന്നാലെ പ്രതികരണങ്ങളുടെ മത്സരവുമായി ചില ബിരുദന്മാരെത്തിയിരിക്കുകയാണ്. അവർക്കും വേണ്ടത് പബ്ലിസിറ്റിയാണ്. ഇത്രയും നാളും കണ്ടിട്ടില്ലാത്തവരും കേട്ടിട്ടില്ലാത്തവരുമായ അനേകം വ്യക്തികൾ സജിത് കണ്ണൂരിന്റെ വിവാദത്തിന്റെ മറപിടിച്ച് പബ്ലിസിറ്റിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നെനിക്ക് സംശയം തോന്നിയിരിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം നന്നായി. സജിത് കണ്ണൂരിന്റെ ഈ വിവാദ പരാമർശം കൊണ്ട് ഒരുപാട് പേര് വേദപുസ്തകം വായിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സജിത് കണ്ണൂരിനോട് കടപ്പെട്ടിരിക്കുന്നു. ഈ പ്രതികരണങ്ങൾ മത്സരിച്ചിട്ട് ഫേസ്ബുക്കും യൂട്യൂബും കുത്തി നിറയ്ക്കുന്ന ബിരുദന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഏതോ ഒരു സജിത് കണ്ണൂർ അല്ലെങ്കിൽ മറ്റൊരാൾ കാള പെറ്റു എന്ന് പറഞ്ഞാൽ കയറെടുക്കുന്ന വിശ്വാസി സമൂഹമല്ല ഇന്ന് പ്രബുദ്ധമായ കേരളത്തിലുള്ളത്. കാലാകാലങ്ങളിലായി ബൈബിൾ പഠിക്കുകയും ഉപദേശങ്ങൾ കൈക്കൊള്ളുകയും ചെയ്ത ആത്മീയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പറ്റം സമൂഹമാണ് കേരളത്തിലെ വിശ്വാസി സമൂഹം എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. അതുപോലെ തന്നെ സജിത് കണ്ണൂരിന്റെ വിവാദത്തിന് പുറകെ പോയി സമയം പാഴാക്കി നിങ്ങളും ഇതുപോലെയുള്ള അബദ്ധങ്ങളിൽ ചെന്നുപെടാതിരിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതികരണങ്ങൾ സജിത് കണ്ണൂർ എന്ന് പറഞ്ഞ വ്യക്തിയെ നേരിട്ട് പോയി കാണുകയോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആശയ വൈരുദ്ധ്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക. അദ്ദേഹത്തിന്റെ ഉപദേശം തെറ്റാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് സ്ഥാപിക്കുക. അല്ലാതെ അദ്ദേഹം എന്തോ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഉപദേശ പശകുകൾ ഞങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുകയും ഞങ്ങളെ ഉപദേശിച്ച് പ്രതികരണങ്ങളിൽ കൂടി ബുദ്ധിമുട്ടിക്കുകയും ചെയ്യാതെ ആ കൺസേൺഡ് വ്യക്തിയുമായി പോയി സംസാരിച്ച് കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തുക. അല്ലാതെ യൂട്യൂബിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും പ്രതികരണങ്ങൾ വെറുതെ ഇട്ടിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. പ്രതികരിക്കാനുള്ള നിങ്ങളുടെ അവകാശത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ല. എന്നാൽ ആരോ പറഞ്ഞ ചോദ്യത്തിന് ഞങ്ങളോട് ഉത്തരം പറയേണ്ട കാര്യമില്ല. ആരോ പറഞ്ഞ പ്രസ്താവനയ്ക്ക് ഞങ്ങളോട് മറുപടി പറയേണ്ട കാര്യമില്ല. അവരുമായി പോയി കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക. അദ്ദേഹം നടത്തുന്ന തിരുവത്താഴ ശുശ്രൂഷ ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സഭയിൽ ചെന്ന് അത് നിർത്തലാക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക. സാധാരണക്കാരെ വെറുതെ വിടുക. സാധാരണ വിശ്വാസികളെ ഓർത്ത് നിങ്ങൾ പരിഭ്രാന്തിപ്പെടണ്ട. ഞങ്ങൾക്ക് നിലനിൽക്കുവാനുള്ള ദൈവവചനം ബൈബിളിലുണ്ട്. അതനുസരിച്ച് ഞങ്ങൾ ജീവിച്ചുകൊള്ളാം. നിങ്ങൾ വീഴാതെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. നന്ദി.